നാഴിയാക്കാനും 100 നാഴി 1 നാഴിയാക്കാനും കഴിവുള്ളവരാണ് കാണി. നിന്റെ കയ്യിലുള്ള 1 നാഴി ഞാൻ വിചാരിച്ചാൽ 100 ആക്കാനും എന്നെ കൊണ്ട് സാധിക്കും. നിന്റെ കയ്യിലുള്ള 100 എണ്ണത്തെ 1 ആക്കാനും എനിക്ക് അധികം സമയമൊന്നും വേണ്ട. എന്താ താല്പര്യം? നിലത്ത് നിൽക്കുന്നു പറയുന്നത്. നീ ഇന്ത്യൻ പ്രസിഡന്റ് ആയാലും അമേരിക്കൻ പ്രസിഡന്റ് ആയാലും ഐക്യരാഷ്ട്രസഭയുടെ തലവനായാലും അമ്മയ്ക്ക് ആര് മാത്രമാണ്? മകൻ അല്ലെങ്കിൽ മകൾ മാത്രമാണ്. അമ്മയുടെ മുമ്പിൽ മകൻ എങ്ങനെയാണ് നിൽക്കേണ്ടത്? അതുപോലെ നമ്മുടെ ഏറ്റവും ഉത്തരവാദിത്വം നോക്കണം. ഈ കോൺഫിഡൻസ് ജീവിതത്തിൽ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. എന്ത് സന്തോഷം അമ്മയുടെ പ്രസിദ്ധമായിട്ടൊരു ശ്ലോകം തന്നെയുണ്ട്. നിങ്ങളൊക്കെ ചിത്രചേച്ചി പാടിയിട്ട് ആ പാട്ട് കേട്ടിട്ടുണ്ടാവും. ആ പദ്ധതി കരണീയം. എന്താ അർത്ഥം? ആപത്ത് വരുമ്പോൾ എന്ത് ചെയ്യുന്നതാണ് ഉചിതം? ആപത്ത് ഉണ്ടാവില്ല എപ്പോഴും. ആ ആപത്ത് വരുമ്പോൾ എന്ത് ചെയ്യണം? ഈ ചോദ്യം ചോദിച്ചത് മലയാളത്തിലാണ്. കാക്കശ്ശേരി പദ്ധതിയോടാണ്. ഉത്തരം സ്മരണീയം ചരണയുഗം അമ്പായമാണ്. അമ്മയുടെ പാതാരങ്ങളെ ആശ്രയിച്ചാൽ ഏത് ആപത്ത് വരുമ്പോഴും എന്ത് ചെയ്യുക? അമ്മയുടെ പാതാരങ്ങളെ ആശ്രയിക്കുക. തൂക്കിയിട്ടൊരു കാലുണ്ടാവുമല്ലോ, ആ കാലിൽ കയറി പിടിക്കുക. ഒരു ആയിരത്തി ഉച്ചപൂജാരക്കാലത്തിൽ തിരുവനന്തപുരം പറയാറുണ്ട്, ആ 2 കുഞ്ഞിക്കാലുകളെ ആശ്രയിക്കൂ, ആ 2 കുഞ്ഞിക്കാലുകളെ മുതല പിടിക്കൂ. ആ 2 കുഞ്ഞിക്കാലായിട്ട് തന്നെ നമ്മുടെ കാലിൽ കാണുക, ചിലപ്പുള്ള കാലം ആ കാലിൽ കയറി പിടിക്കുക. അയമ്മ കുറേയൊക്കെ ചെയ്യും. കുട്ടികളെ പുയർത്തമ്മിൽ പോയിട്ട് ബലൂൺ വേണമെന്ന് പറയുമ്പോൾ അമ്മ പറയും വാങ്ങി തരില്ല. അപ്പൊ കുട്ടി കയറി അപ്പോഴും വാങ്ങി തരില്ല. അപ്പൊ കുട്ടികൾക്ക് സാരി പിടിക്കും. അപ്പോഴും അപ്പൊ വാങ്ങി തരില്ല. സാരി പിടിച്ചിട്ടും വിടാതെ അതിന്റെ മുകളിൽ കിടന്ന് ഉരുളും. അപ്പൊ വാങ്ങിക്കൊള്ളു. എത്രത്തോളം വിശ്വാസത്തിന് ബലമുണ്ട് എന്ന് നമ്മൾ നോക്കും. ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചിട്ട് 2 ദിവസം നടക്കേണ്ടതുമ്പോ ഇവിടെയുള്ള ഭഗവതിക്ക് വലിയ ശക്തിയൊന്നുമില്ല. അപ്പുറത്തെ ചാക്കൻ സ്വാമിയുടെ കൂടുതൽ ശക്തിയുണ്ട്. അങ്ങനെ പോകുന്നവരെ ആ രീതിയിൽ അമ്മ കാണുന്നു. കാരണം കുട്ടി കൈവിട്ടു. കുട്ടിക്ക് അമ്മയോട് താല്പര്യമില്ല. അമ്മ നോക്കുന്നത് എത്രത്തോളം അമ്മയെ മുറുകെ പിടിക്കുന്നത് കുട്ടിക്കാണ്. എപ്പോ ആ മുറുകലിന്റെ ശക്തി പറയുന്നു, ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു, നമ്മുടെ ജീവിതം താഴേക്ക് പോകുന്നത് ആളുടെ സിംറ്റംസ് ആണ്, ഒരു സൂചനയാണ്. അത് മനസ്സിലാക്കുന്നതാണ്. നമുക്ക് സാധിക്കുന്ന ഏറ്റവും മഹത്തരമായിട്ടുള്ള കാര്യം ഞാൻ പറഞ്ഞു, കുടുംബസമേതം ഈ അമ്മയെ വന്ന് കണ്ട് നമ്മുടെ അടുത്ത തലമുറയുടെ കുട്ടികളെ അയമ്മയെ നമസ്കരിക്കാൻ പഠിപ്പിച്ച് അയമ്മയുടെ പ്രസാദം കഴിച്ച് അയമ്മയുടെ സമ്മതം തൊട്ട് സന്തോഷമായിട്ട് അയമ്മയുടെ കൂടെ ഇരിക്കണം. നമ്മുടെ ഈ ടൈം ടേബിൾ സിസ്റ്റം